നമ്മുടെ കർക്കിടക മാസം ആയല്ലോ ഇപ്പോൾ. പിന്നെ നമുക്ക് ഈ പ്രാവശ്യം മഴ കുറവാണെങ്കിൽ പോലും ഈ മൺസൂണിന്റെ ഇഫക്റ്റ് ചില ദിവസങ്ങളിലൊക്കെ നല്ല മഴ നമുക്ക് കിട്ടുന്നുണ്ട്. മഴയുടെ ഒരു ഇമ്പാക്റ്റും നമുക്ക് നല്ല രീതിയിലുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ മഴ സമയത്ത് പാലിന്റെ ഉപയോഗം അതെങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാം? നമ്മുടെ ഈ ഒരു ഭൂപ്രകൃതിയുടെ ഇതനുസരിച്ച് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് പശുവിന്റെ പാലാണ്. എപ്പോഴും തിളപ്പിച്ചാറി തണുത്ത പാല് തന്നെ ഉപയോഗിക്കുക. ചെറിയ ചൂട്, അല്ലാതെ തിളച്ച ചൂടോടെ കുടിക്കരുത് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ മൺസൂൺ കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ ഡൈജസ്റ്റീവ് ഫയർ വീക്ക് ആയത് കാരണം, അതായത് ദഹനശക്തി നമ്മുടെ കുറച്ചൊന്ന് ക്ഷീണത്തിൽ വരുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് പാലും വെള്ളമായിട്ട് കുടിക്കുന്നത് നന്നായിരിക്കും. അതെ, ഇപ്പോൾ നമ്മുടെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചായ, കാപ്പി ഇതൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളത് പാലും വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിച്ചാണല്ലോ, ഒരു ഡിക്കോക്ഷൻ പോലെയല്ലേ നമ്മൾ കുടിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കാം. മധുരം ചേർക്കാതെ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മധുരത്തിനായിട്ട് നമുക്ക് തേൻ ഉപയോഗിക്കാവുന്നതാണ്. അതെ അതെ, എന്നുവെച്ചാ ഒരു കുടിക്കാവുന്ന ടെമ്പറേച്ചറിൽ നമുക്ക് തേൻ ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ബ്രൗൺ ഷുഗർ ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ, റിഫൈൻഡ് അല്ലാത്ത ബ്രൗൺ ഷുഗർ, ശർക്കര, കരിപ്പട്ടി, പനങ്കൽക്കണ്ടം, ഇങ്ങനെയുള്ള മധുരത്തിനുള്ള ഏജൻസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം പാലിനകത്ത്. ഋതുസന്ധികളിൽ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഗോൾഡൻ മിൽക്ക്. അതിപ്പോ ഒരിടയ്ക്ക് എനിക്കൊന്ന് കോവിഡിന്റെ സമയം തൊട്ടൊക്കെ ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ മഞ്ഞൾ ചേർത്ത പാലാണ് ശരിക്കും പറഞ്ഞാൽ. ഈ മഞ്ഞൾ ചേർക്കുക, കുരുമുളക് ചേർക്കുക എന്ന് പറയുമ്പോൾ സ്പൂൺ കണക്കിന് കോരി ഇടേണ്ട ആവശ്യമൊന്നുമില്ല അതിനകത്ത്. സത്യം പറഞ്ഞാൽ ഒരു നുള്ള്, അതാണ് അതിന്റെ കണക്ക്. കാരണം അത്രയും മതി. നമ്മുടെ ഒരു നുള്ള്, ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോഴും നമ്മുടെ ഒരു ചായക്കപ്പ് എന്നൊക്കെ പറയുന്ന ഒരു 120-125 ml ആ ഒരു അളവ് മതി നമുക്ക്. അതിൽ 1/4 കപ്പ് പാല്, 1/4 കപ്പ് വെള്ളം, രണ്ടും കൂടി തിളപ്പിച്ച് പാട മാറ്റി അതിലേക്ക് ഈ ഏതെങ്കിലും ഒരു പൊടി, ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. നന്നായിട്ട് കലക്കി ചെറു ചൂടോടെ കുടിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇമ്മ്യൂണിറ്റിക്ക് ആയിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് കുടിക്കുന്നതാണ് നല്ലത്. ഉറക്കം കിട്ടാനും തേൻ ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ്. നമുക്കൊരു ബലം കിട്ടാനാണ്, ഊർജ്ജസ്വലത കിട്ടാനാണെങ്കിൽ രാവിലെ കുടിക്കുന്നതാണ് നല്ലത്. ഇതാണ് പാലിനെ കുറിച്ചുള്ള ഒരു അറിവെന്ന് പറയുന്നത്.